വഅമ്മൽ ഫൗജു സാദിസു, ആറാമത്തെ വിഭാഗം, മഹ്ശറിലേക്ക് കടന്നു വരുന്ന 12 വിഭാഗം. ആ 12 വിഭാഗത്തിൽ നിന്ന് ആറാമത്തെ വിഭാഗം ഹബീബായ തങ്ങൾ പറയുന്നു, ഫയശ്റൂന മിൻ ഖുബൂരിഹിം, അവരവരുടെ ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് വരുന്ന രൂപം, മഖ്തൂഅത ഹലാഖീമിഹിം, അവരുടെ പിരടികൾ മുറിക്കപ്പെട്ട രൂപത്തിലാണ് കടന്നു വരുന്നത്. പിരടി മുറിക്കപ്പെട്ട രൂപത്തിൽ വരുന്ന ചില ആളുകൾ, അത് കാണുമ്പോൾ എന്തൊരവസ്ഥയാണല്ലേ നിങ്ങൾ ചിന്തിക്ക്. പിരടി മുറിച്ച് മാറ്റപ്പെട്ട രൂപത്തിൽ ചില ആളുകൾ അവിടെ കടന്നു വരുമ്പോ ആ വിഭാഗത്തിനെ കാണുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, ആരാണ് ഈ വിഭാഗം? അല്ലാഹ്, ആരാണ് ഇവർ? എന്ത് തെറ്റാണ് ഇവർ ചെയ്തത് റബ്ബേ? എന്തുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ മഹ്ശറിലേക്ക് കടന്നു വരാനുള്ള കാരണമെന്താ? അപ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത്, ഫയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, ഈ പിരടി വിച്ഛേദിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരാരാണ്? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? ഹൗലാഇ അല്ലദീന യശ്ഹദൂന അസ്സൂർ, ഹൗലാഇ അല്ലദീന യശ്ഹദൂന അസ്സൂർ, ഈ വിഭാഗമുണ്ടല്ലോ, അവർ കള്ളസാക്ഷി പറഞ്ഞ ആളുകളാ, കള്ളസാക്ഷി പറഞ്ഞ ആളുകളാണ്. അവർ കാണാത്ത, അവർ കേൾക്കാത്ത, അവർ സാക്ഷികളല്ലാത്ത ചില വിഷയങ്ങൾക്ക്, സാമ്പത്തികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി അവർ കള്ളസാക്ഷി പറഞ്ഞ ആളുകളാണ് ഇവരെന്ന് അതാ വിളിച്ചു പറയുന്നു. മാതൂ വലം യതൂബൂ, ആ രൂപത്തിൽ കള്ളസാക്ഷി പറഞ്ഞവർ മരണപ്പെട്ടു പോയവരാ. കള്ളസാക്ഷി ഒരിക്കലും പറയാൻ പാടില്ല. മൻ ഷഹിദ അലാ മുസ്ലിമിൻ ഷഹാദത്തൻ ലൈസ ലഹാ ബി അഹ്ലിൻ, സാക്ഷി പറയാൻ അർഹനല്ലാത്ത ഒരാൾ ഒരു മുസ്ലിമിന്റെ മേൽ സാക്ഷി പറഞ്ഞാൽ, സാക്ഷി പറയണമെങ്കിൽ അവനത് നേരിട്ട് കാണണ്ടേ, അറിയണ്ടേ. അങ്ങനെ കണ്ടിട്ടില്ല, അവൻ അറിഞ്ഞിട്ടില്ല, ഒരു വിവരവുമില്ല. എന്നിട്ട് അവൻ മറ്റവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കള്ളസാക്ഷി പറയുക, അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ട്, കാശിന് വേണ്ടി കള്ളസാക്ഷി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫൽയതബവ്വഅ മഖ്അദഹു മിനന്നാർ, അവൻ നരകത്തിൽ നിന്നൊരു എരിപ്പടം അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. അവൻ നരകത്തിൽ പോവാനുള്ളവരാ, അവന്റെ സീറ്റ് നരകത്തിലേക്കാണ് എന്ന് ഹബീബായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിരടി മുറിക്കപ്പെട്ട രൂപത്തിലേക്ക് കടന്നു വരുന്നവർ കള്ളസാക്ഷി പറഞ്ഞവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ